ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എന്താണ് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് കോൽപ്പുളി, അതായത് പുളി നമ്മൾക്ക് അടുക്കളയിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പുളി. പലതരത്തിലുള്ള പുളികൾ ഉപയോഗിക്കാറുണ്ട്. കുടംപുളി, കോൽപ്പുളി, പിന്നെ മാങ്ങ ഉണക്കി ഉപയോഗിക്കും. അപ്പോൾ ഇന്ന് ആ കോൽപ്പുളി കുരുവൊക്കെ കുത്തി വൃത്തിയാക്കിയെടുത്ത കോൽപ്പുളിയാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് ഉണക്കിയിട്ടുള്ളത്. എന്നാലും ഉണ്ടാവും ചെറിയ ചെറിയ ഞാരുകൾ പോലെയുള്ള, അതൊക്കെ എടുത്ത് മാറ്റി വൃത്തിയുള്ള പുളിയാണ്. അപ്പോൾ ഇതെടുത്തിട്ട് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് ഒരു വിസിൽ കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണം അതിന്. അപ്പോൾ ഉണക്കി വെച്ച പുളിയാണ്, അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വിസിൽ കൊടുക്കുക. അപ്പോൾ 2 വിസിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് പ്രഷർ കുക്കറിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഇപ്പോൾ പുളി വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത് കുറേ നാളേക്ക് സൂക്ഷിച്ച് വയ്ക്കും. ഉപ്പിട്ടിട്ട് ഉരലിൽ ഇടിച്ചിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് വയ്ക്കും അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇടിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ കണ്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ മിക്സിയിൽ കറങ്ങുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കറക്കിയെടുക്കാം. അത് ചെറിയ ജാറിൽ എടുത്താലും മതി, ചെറിയ ജാറിൽ തിരിച്ചിട്ടിട്ട് കറക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഒലക്ക വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് സോഫ്റ്റ് ആക്കാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. ഇത് വേണമെങ്കിൽ ഇതെടുക്കാം, അതല്ലെങ്കിൽ മിക്സിയിലിട്ട് കറക്കാം. ഏറ്റവും നല്ലത് മിക്സിയിലിട്ട് കറക്കിയെടുക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം വേണം. അപ്പോൾ അതിനാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തത്. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് സ്പൂണിൽ എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. ഒരു പ്രാവശ്യം എടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര എടുക്കണം എന്നുള്ളൊരു കണക്ക് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്താലത്തെ ഗുണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് തിരുമ്പി പിഴിഞ്ഞ് കുരുവുള്ളതാണെങ്കിൽ പ്രത്യേകിച്ചും കുറേ വേസ്റ്റാക്കി പോവും പുളി. അപ്പോൾ ഇത് തീരെ വേസ്റ്റായിട്ട് പോവില്ല. ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇടാനും പറ്റും. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് കോരി അതിലേക്ക് ഇടുക വേണ്ടു. ചമ്മന്തി അരയ്ക്കാനായാലും എന്ത് പുളിങ്കറി വെക്കാനായാലും ഇത് അങ്ങനെയായിട്ട് എടുക്കാം. പിന്നെ ഇത് കുറേ നാളേക്ക് നമുക്ക് ദൂരേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവറിലാക്കിയിട്ട് നമുക്ക് സിബ്ലോ കവറിലാക്കി കൊണ്ടുപോകാം. ഇത് ഒരു ഭരണിയിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുറേ നാളിരിക്കും, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് മിക്സിയിൽ ഒരു കറക്കും കൂടെ കറക്കാം. ആ സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഞാൻ നോക്കാം, കാണിച്ചു തരാം. ഇത് ഉണ്ടാക്കി വരുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് അറിയാമല്ലോ, ഇങ്ങനെ ആക്കി വരുമ്പോൾ വളരെ കുറവുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടെ കൂടുതൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിനെ എടുത്തിട്ട് ചെറിയ ചെറിയ പോർഷനാക്കിയിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് കിട്ടാം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കണ്ടോ, ഇത്ര ഉപ്പ് മതി, ലേശം. ആ ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെയിലത്ത്, നല്ല വെയിലുള്ള ദിവസം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. വെയിലത്ത് വെക്കണില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ശരിക്ക് നമ്മൾ വരട്ടിയെടുക്കില്ലേ, അതേപോലെ വരട്ടിയെടുക്കുക. എന്നിട്ട് കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. ഇതിപ്പോൾ കുറച്ച് നേരം വെയിൽ കൊള്ളട്ടെ. വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെയിൽ കൊണ്ടതിന് ശേഷം ഞാനതിങ്ങനെ ഉരുട്ടി കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഉരുട്ടി വെച്ചത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ലപോലെ ഉണക്കുക കേട്ടോ. നല്ലപോലെ ഉണക്കിയതിന് ശേഷം ഒരു ഭരണിക്കകത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഇതേ കണ്ടോ, കുറച്ചെടുത്തിട്ട് നമുക്ക് അതിലിട്ടിട്ട് ആവശ്യത്തിന് പുളി ആയോ എന്ന് നോക്കിയതിന് വീണ്ടും വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. അതല്ല വെള്ളത്തിലൊന്നും കലക്കേണ്ട കാര്യം വരുന്നില്ല കണ്ടോ. ഇത് പിള്ളേർക്കൊക്കെ നമ്മൾക്ക് കൊടുത്തയക്കാനൊക്കെ നല്ലതാണ്. അവർക്ക് ജോലിയുടെ തിരക്കിൽ ഇതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ എല്ലാത്തിനും സൗകര്യം കൂടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ.
അപ്പോൾ ഈസിയാണ് മെത്തേഡ്. അപ്പോൾ പുളിയുള്ള സമയമാണ്, അപ്പോൾ നേരം വൈകണ്ട, എല്ലാവരും പുളി എടുത്തിട്ട് ഇതേപോലെ ചെയ്യുക. അപ്പോൾ കുറേ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചും വെക്കാം. ഓക്കെ, ബൈ.